ഹായ്, നമ്മൾ സമ്മൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞു, അതുപോലെ തന്നെ മിഡിൽ ടേം കണ്ടുപിടിച്ചു. ഇനി മിഡിൽ ടേം കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ ഏതാ? S7 = 7 ഇൻറ്റു മിഡിൽ ടേം അല്ലേ, മിഡ് ടേം. ഇനി അതുപോലെ SN ആണെങ്കിലോ SN = n ഇൻറ്റു മിഡ് ടേം. മിഡ് ടേം ആണോ അതിനെ n കൊണ്ട്, n എന്താ ഇവിടെ ഏതാണോ എത്ര ടേമിൻ്റെ സമ്മാണോ തന്നിരിക്കുന്നത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതിനൊന്ന് തല തിരിച്ച് ചെയ്യേണ്ടി വരും. നമ്മളോട് എപ്പോഴും ഡയറക്റ്റായിട്ട് ചോദ്യം ചോദിക്കുന്നൊരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ഇല്ല. സോ ദ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 56. ആദ്യത്തെ 7 ടേമിൻ്റെ സം, അതായത് S7, ഞാൻ തന്നതെല്ലാം ഇവിടെ എഴുതി വെക്കുക. S7 = 56 ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 11 ടേംസ് S11 = 132. സമ്മാണ് ഇവിടെ തന്നിരിക്കുന്നത്. നേരത്തെ എല്ലാം ടേം തന്നിട്ടാണ് കാണാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് സമ്മ് തന്നിട്ടുണ്ട്, എന്നിട്ട് കാണാൻ പറഞ്ഞിരിക്കുന്നു ഫോർത്ത് ടേം കാണാൻ പറഞ്ഞു. സോ ഇവിടെ നമ്മൾ മിഡിൽ ടേമിൻ്റെ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ട. ഇവിടെ മിഡിൽ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യണം. സമ്മിൻ്റെ നമ്പർ ഓഫ് ടേംസ്, സം എത്ര നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മാണോ കണ്ടിരിക്കുന്നത് അതിനെയാണ് നമ്മൾ n+1/2 n ആക്കി എടുക്കുക. ഇവിടെ S7 എന്നുള്ള എടുത്തു. സോ n+1/2 ഏതായിരിക്കും? n+1/2 7+1/2 = 8/2 = 4. ഫോർത്ത് ടേം ആണ് മിഡിൽ ടേം. സോ ഫോർത്ത് ടേം നമുക്കറിയോ? ഇല്ല. ഫോർത്ത് ടേം ആണ് മിഡിൽ ടേം അറിയാം. ആ ഫോർത്ത് ടേം ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഇക്വേഷൻ എടുക്കുന്നു മിഡിൽ ടേമിൻ്റെ. S7 = 7 ഇൻറ്റു x4. ഫോർത്ത് ടേമിനെ കൊണ്ട് 7 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 56 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഞാൻ ഈ പറയുന്ന മിഡിൽ ടേം തിയറി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? മിഡിൽ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 7. പക്ഷേ എനിക്കിവിടെ ആരറിയില്ല? x4 അറിയില്ല. പക്ഷേ എനിക്ക് ആരറിയാം? S7 അറിയാം. S7 എത്രയാ? 56 ആണ്. സോ S7 = 56. ഞാൻ 56 കൊടുത്തു = 7 ഇൻറ്റു x4 എന്ന് പറഞ്ഞു. ഇനി x4 = എന്ന് വേണം. x4 = എന്ന് പറഞ്ഞാൽ x4ൻ്റെ കൂടെയുള്ള കാര്യങ്ങളെല്ലാം അപ്പുറത്തേക്ക് പോകണം. അപ്പോൾ എന്താവും? 56/7 എന്നാവും. കാരണം മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. 56/7 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 8 വിൽ ബി ദ ആൻസർ. ഓക്കെ, അപ്പോൾ എനിക്ക് ഫോർത്ത് ടേം x4 എന്ന് പറയുന്നത് 8 ആണെന്ന് കിട്ടി. അത് എവിടെ നിന്നാണ് കിട്ടിയത്? ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, ഇനി അടുത്തതോ, വാട്ട് ഈസ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്? സോറി, അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടല്ലേ. വാട്ട് ഈസ് ഇറ്റ് സിക്സ്ത് ടേം? 6ാമത്തെ ടേം കണ്ടുപിടിക്കാൻ ഞാൻ ആരെ കൊണ്ടുവന്നാൽ മതി? എനിക്ക് പിന്നെ അറിയുന്നത് ആരെയാ? 11 ടേമിൻ്റെ സമ്മിനെയാണ്. സോ S11 = 11 ഇൻറ്റു, ഓക്കെ, അതിന് മുന്നേ മിഡിൽ ടേം ആണെന്ന് കണ്ടുപിടിക്കണ്ടേ? മിഡിൽ ടേം ആണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? n+1/2 = ഇവിടെ എത്രയാ? n 11 ആണ്. കാരണം സമ്മാണ് നമ്മൾ നോക്കുന്നത്. 11 + 1/2 = 6 എന്ന് വരും. സോ S11 = n ഇൻറ്റു സിക്സ്ത് ടേം, അതായത് S11 = 11 ഇൻറ്റു x6. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് 6 കണ്ടുപിടിച്ചു, x6 കണ്ടുപിടിച്ചിട്ട്, കാരണം 11th ടേമിൻ്റെ 132 ആണ്. സോ ഞാൻ ഇതിൻ്റെ ബാക്കി ഇവിടെ ചെയ്യാണ്. ഓക്കെ, S11 = 11 ഇൻറ്റു x6 ആണ്. അതിൽ ഞാൻ എന്ത് ചെയ്തു? 132 S11 നമുക്കറിയാം, 11 അറിയാം, പക്ഷേ x6 അറിയില്ല. സോ നേരത്തെ ചെയ്ത പോലെ തന്നെ x6 കാണാൻ എന്ത് ചെയ്യണം? 132/11 എന്ന് വരും അല്ലേ? 132/11 എന്ന് വരും. ഇനി 132/11 എന്താ? 132/11 എത്രയാണ്? 132/11 എന്ന് വരിക 12 എന്നുള്ളത് ആൻസർ വരും. അപ്പോൾ 6ാമത്തെ ടേം 12. x6 എന്ന് പറയുന്നത് 12ഉം x4 എന്ന് പറയുന്നത് 8ഉം കിട്ടി. സോ എൻ്റെ അടുത്ത ചോദ്യം എന്നോട് കോമൺ ഡിഫറൻസ് x4 = 8ഉം x6 = 12 എന്ന് വന്നു. സോ എന്നോട് d കണ്ടുപിടിക്കാറുണ്ട്. d = ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പഠിച്ചിട്ടില്ലേ? നമ്മൾ ആദ്യത്തെ പാർട്ട് പഠിച്ചാണല്ലോ. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ്. 12 - 8/6 - 4/2 = 2 എന്നുള്ള നമ്മുടെ ഡിഫറൻസ് വരും. സോ എനിക്ക് d അറിയാം 2 ആണെന്നുള്ളത്, അതുപോലെ തന്നെ ഓരോ ടേംസ് അറിയാം. സോ എനിക്ക് ബീജഗണിത രൂപം അഥവാ ആൽജിബ്രായിക് ഫോം കാണാൻ ആരെയും കൂടെ അറിഞ്ഞാൽ മതി, ഫസ്റ്റ് ടേമും കൂടെ അറിഞ്ഞാൽ മതി. സോ കണ്ടുപിടിച്ചോ, നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട്. ഇനി ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു പാർട്ടും കൂടെ ഉള്ളൂ. അതാണ് സമ്മിൻ്റെ ആൽജിബ്രായിക് ഫോം തന്നിട്ട് നമ്മളോട് കാണാൻ പറയുകയാണെങ്കിൽ എങ്ങനെ കാണാം? പലർക്കും കൺഫ്യൂഷൻ വരുന്നതാ. ഒരു n² 3n² + 2n ഒക്കെ കാണും അവിടെ. അപ്പം നമ്മളെ കിളി അങ്ങോട്ട് പറക്കും, നമ്മൾ മേലോട്ട് നോക്കിയിരിക്കും. അങ്ങനെ മേലോട്ട് നോക്കാതിരിക്കാൻ നമ്മൾ അടുത്ത പാർട്ടിൽ ചെയ്യുന്നത് ആ ഒരു ആൽജിബ്രായിക് ഫോമിൻ്റെ സം എങ്ങനെ കാണാം, സമ്മിൻ്റെ ആൽജിബ്രായിക് ഫോം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കോമൺ ഡിഫറൻസും ബാക്കിയുള്ള കാര്യങ്ങളും എങ്ങനെ കാണാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്.